ഇന്നത്തെ ഈ ഡിഷ് ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും അതുപോലെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ സ്നാക്സായിട്ടും കൊടുക്കാൻ പറ്റിയ നല്ല ഒരു കുഴക്കട്ടയുടെ റെസിപ്പിയാണ്. ഞാനിവിടെ 3 കപ്പ് പുഴുങ്ങലരി അല്ലെങ്കിൽ പൊന്നിയരി, ഇഡ്ലി അരി വേണമെങ്കിൽ എടുക്കാം, ഏത് ബോയിൽഡ് റൈസ് ആണെങ്കിലും എടുക്കാം കേട്ടോ. 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് വെള്ളമില്ലാതെ അരി മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളമില്ലാതെ നിങ്ങൾക്ക് അരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ തേങ്ങാ വെള്ളം ഉണ്ടല്ലോ, അത് 1-2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കണത് കൂടി പോവരുത്, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഉരുള പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. തേങ്ങാ വെള്ളം നിർബന്ധമല്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചാലും മതി. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. കണ്ടില്ലേ, കൈ കൊണ്ട് ഉരുള പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം കേട്ടോ. അരച്ചെടുത്തതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 3 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് തേങ്ങ, ആ ഒരു രീതിക്ക് എടുക്കണതാണ് ഏറ്റവും നല്ലത്. കടുക് വറുത്തിടണം. അതിനായിട്ടൊരു കരണ്ടിയിൽ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/4 ടീസ്പൂൺ ജീരകം, 6-7 കപ്പലമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എൻ്റെ അമ്മയും അമ്മൂമ്മയൊന്നും ജീരകം ചേർക്കാറില്ല കേട്ടോ, പക്ഷേ എനിക്ക് ജീരകം ചേർക്കുമ്പോൾ ഒന്നും കൂടെ നന്നായി തോന്നിയത് കൊണ്ട് അതും കൂടെ ചേർക്കുകയാണ്. ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓത്തൻറ്റിക് റെസിപ്പിയാണ്. താളിച്ചത് കുഴക്കട്ട മാവിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അരിയും തേങ്ങയും താളിച്ചതും ഉപ്പുമൊക്കെ ഒരുപോലെ എല്ലായിടത്തും യോജിച്ച് കിട്ടണം. അതിന് ശേഷം ഓരോ ഉരുളകളായിട്ട് ഇതുപോലെ എടുക്കണം. ആദ്യത്തെ ബാച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയേറ്റി എടുക്കണം. അപ്പോൾ അതാ കണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചെയ്തെടുത്തത്. ഇനി ഈ ബോൾസ് സ്റ്റീം ചെയ്തെടുക്കണം. ഇനി ഇതൊരു 20 to 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. ഫ്ലെയിം ലോ ടു മീഡിയം ആയിക്കോട്ടെ. കുഴക്കട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അത്രയ്ക്ക് സോഫ്റ്റാട്ടോ. ഇത് ചൂടോടെ തന്നെ കഴിക്കണം. ഇതിന് സൈഡ് ഡിഷ് ഇല്ലാതെ വെറുതെ കൂടെ കഴിക്കാം കേട്ടോ, അതും ഒരു സ്വാദാണ്. ഇതിന് സൈഡ് ഡിഷായിട്ട് പച്ചയ്ക്ക് അരച്ച ചമ്മന്തിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഇന്ന് ഞാനിവിടെ ചട്നിയും പിന്നെ തക്കാളി ചമ്മന്തിയുമാണ് ഉണ്ടാക്കിയത്.